നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പന്തകുളത്തി പ്രകടനം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയും. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഈ മാസം 15-ാം തീയതി കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അഴിമതിയുക്ത മുന്നണിയെ പരാജയപ്പെടുത്തുവാൻ ഐക്യജനാധിപത്യ മുന്നണി സമർത്ഥരായ സ്ഥാനാർത്ഥികളെയാണ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പു പറയുന്നു: ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചാൽ ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുമെന്നും വിവിധ രാഷ്ട്രീയ പരിഗണനകളോ അല്ലെങ്കിൽ ജാതിമത വ്യത്യാസമോ പാവപ്പെട്ടവരുടെ ഈ നാട്ടിലെ മുഴുവൻ സഹകാരികൾക്കും ഐക്യജനാധിപത്യത്തിന് സമത്വം ഉറപ്പുവരുത്തും. അവർക്ക് കൊടുക്കാനുള്ള പൈസ ഞങ്ങളെ കണ്ട് കഴിയുന്നത് മുറയ്ക്ക് ഈ ബാങ്കിൽ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, പുതിയ ചെറുകിട നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ചെറിയ രീതിയിലുള്ള സ്വർണ്ണപ്പണയ വായ്പകൾ അനുവദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമായ ഒരു ധനകാര്യ സ്ഥാപനമായ കുമാരമംഗലം സർവീസ് സഹകരണ ബാങ്ക് UDF സംരക്ഷിക്കും. അത് ഏത് വിധേനയും ഞങ്ങളെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് ഞങ്ങൾ 11 പേരും ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗ് പാർട്ടിയും ഉൾപ്പെടുന്ന ഈ മുന്നണി പരമാവധി ഞങ്ങളെക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ ഈ ബാങ്കിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കഠിന പ്രയത്നമായിരിക്കും അടുത്ത 5 വർഷം. ഇന്ന് ഇവിടുത്തെ സഹകാരികൾക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ ഉറപ്പു തരുന്നു. ബാങ്ക് സംരക്ഷിക്കുമെന്ന് പറയുവാൻ ഉള്ള ഇവരുടെ ആർജവത്തെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഈ അവസരം ഈ രാജ്യത്തെ സഹകാരികൾക്ക് ഒരു ചുട്ട മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, അതായത് ബാങ്കുമായിട്ട് എന്തെങ്കിലും ബന്ധമോ സ്നേഹമോ ഉള്ള ആളുകൾ ഇവരെ ഈ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നടക്കുന്നതുകൊണ്ട് ഈ സഞ്ചി മുഴുവൻ കാശായി ഭാഗ്യവാൻ വലിയ സാമ്പത്തിക ഭദ്രതയിലേക്ക് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ അവിടെ സംഭവിച്ചത്? സഞ്ചിയിലിട്ട് അവരുടെ ചാച്ചക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും പണം കൊടുത്തുകൊണ്ട് നമ്മുടെ ബാങ്കിനെ മുച്ചൂടെ നശിപ്പിച്ചതിന് ശേഷം പറയുകയാണ് ഞങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കും. ആ പദ്ധതി അനുസരിച്ച് അടുത്ത 5 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും റിസർവ് ബാങ്കിനെ കവച്ചു വെക്കത്തക്ക രീതിയിലുള്ള സാമ്പത്തിക നിലയിലേക്ക് ബാങ്ക് പോകുമെന്ന് പറയുവാനുള്ള ഇവരുടെ ആ തുലക്കെട്ടിയം അംഗീകരിച്ചു പറ്റുള്ളൂ. എന്താണെങ്കിലും ഇവർക്ക് വേണ്ട മറുപടി ഈ രാജ്യത്ത് സഹകാരികൾ കൊടുക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ. കുമാരമംഗലം സർവീസ് സഹകരണ സൊസൈറ്റി ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു, നിഷാർ പഴയേരി, വർക്കി മത്തായി, ബാബു പോൾ, അനീഷ് രവി, ഇന്ദിര വിശ്വനാഥൻ നായർ, ഷെമീന നാസർ, ഇന്ദു ജയൻ, ജോൺ പോൾ, അമൽ ജോസ്, ഭീമ അനർ. കുമാരമംഗലം സഹകരണ സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തിലേക്ക് ആനയിച്ച് ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ജീവാത്മാവായി ധനകാര്യ സ്ഥാപനം നിലനിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.